ഈ സ്ഥിരമായിട്ട് മണ്ണിടിയുന്ന ഒരു പ്രദേശമാണോ? ഈ സ്ഥിരമായിട്ട് ദേശീയപാത ഓരത്ത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ടോ ഇതിനു മുമ്പ്? എൽദോ, ഈ പ്രദേശവാസികൾ പ്രധാനമായും പറയുന്നത് ആദ്യ ദിവസം തിരച്ചിൽ ഊർജിതമായിരുന്നു. പിന്നീട് ഈ നേരത്തെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത പോലെ ചായക്കടയിൽ ഉണ്ടായിരുന്നവരാണ് ഇത്തരത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 7 പേരുടെ മൃതദേഹം കിട്ടിയതിന് ശേഷം പിന്നീട് തിരച്ചിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോഴും അവർ ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന സൂചന പോലീസിന് നൽകിയിരുന്നു. അവർ അത്തരത്തിൽ പരാതിയും പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാൻ ഇവിടുന്ന് ഭരണകൂടം തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം. അതാണ് അവർ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഈ ലോറി ഉൾപ്പെടെ ഈ അപകടത്തിൽ പെട്ടു എന്ന വാർത്ത പുറത്തു വരികയും പിന്നീട് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്തതിന്റെ ഫലമായാണ് ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ആ തുടക്ക സമയത്തിൽ അന്ന് രാത്രിയോടുകൂടി നിരവധി വാഹനങ്ങൾ ഇതിലെ കടത്തിവിടുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് ശക്തമായ ഊർജിതമായ തെരച്ചിൽ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം നൽകിയത്. അതിനുശേഷമാണ് ഈ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചതെന്ന് വേണം പറയാൻ. അപ്പോഴും ഇന്നലെ വലിയ ആക്ഷേപമായിരുന്നു ഈ തെരച്ചിലിന്. കാരണം അത്രയും 3-4 JCB ഉപയോഗിച്ച് ഇത്രയും വലിയൊരു മല ഇടിഞ്ഞു വീണ ആ സ്ഥലം അവർ ഈ തെരച്ചിലിന് ഇന്നലെ ആ രീതിയിലായിരുന്നു. ഉച്ചവരെ മന്ദഗതിയിലായിരുന്നു. പിന്നീട് 9 മണിയോടുകൂടി മഴയാണ്, മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന കാരണത്താൽ തെരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇന്നലെ ഉണ്ടായത്. എന്തായാലും മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിലൊരു ഇടപെടൽ ജനപ്രതിനിധികളും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയത്. എന്തായാലും നാട്ടുകാരും ഈ മണ്ണിനടിയിൽ പെട്ട ഇതിലുണ്ട്. അതുമാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ മറ്റ് യാത്രക്കാരും വാഹനങ്ങളും ഉൾപ്പെടെ 4-ലധികം വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും ഈ തെരച്ചിൽ അതിനൊരു കൺഫർമേഷൻ ഉണ്ടോ? അതായത് ഈ അർജുന് പുറമെ മറ്റു വാഹനങ്ങളും മറ്റാളുകളും ആ ദുരന്തത്തിലുണ്ട് അല്ലെങ്കിൽ ആ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സംസാരമാണോ നാട്ടുകാർ പറയുന്നത്? ഈ ഔദ്യോഗികമായിട്ട് അത്തരത്തിലൊരു സ്ഥിരീകരണം നൽകുന്നുണ്ടോ? അർജുന്റെ ലോറി അല്ലാതെ മറ്റു വാഹനങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടോ? ഔദ്യോഗികമായി ഇതിനകത്തൊരു ബെൻസ് കാർ അകപ്പെട്ടിട്ടുണ്ട്. ആ കാറിന്റെ ലൊക്കേഷൻ ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ കാറ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒപ്പം മറ്റ് വാഹനങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ തിരച്ചിൽ ഇത്രയും വലിയൊരു മണ്ണ് കൂനയുടെ അടിയിലാണ്. അത് ലോറി പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു കുന്നാണ് അത്തരത്തിൽ ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അവരെ അതുകൂടി കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അർജുൻ മാത്രമല്ല, കൂടുതൽ പേർ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഈ സ്ഥലം നമുക്കറിയാം, ഇത് ഒരു വണ്ടിത്താവളമാണ്, ഒരു പെട്ടിക്കട, അതായത് ചായ അത്തരത്തിലുള്ള വസ്തുക്കൾ കിട്ടുന്ന വിശ്രമിക്കാൻ നല്ലൊരു ഇടം എന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. മിക്കവാറും ഈ ലോറികൾ ഇത്തരത്തിൽ ഇവിടെ നിർത്തിയിടുകയും വിശ്രമിച്ച് ഇവിടുന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതാണ് ഇവിടുന്ന് പ്രദേശവാസികൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എത്ര വാഹനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു, എത്ര വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടു എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ ഈ ജില്ലാ ഭരണകൂടത്തിന് ഇല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ ഇന്ന് ഊർജിതമായി നടക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളും പുറത്തുവരും. അർജുൻ ഏതായാലും ഈ മണ്ണ് ഇടിഞ്ഞ ഭാഗത്ത് അർജുന്റെ ലോറി ഉണ്ട് എന്ന ഒരു തരത്തിലുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകർ ഉള്ളത്. അതുകൊണ്ട് ആ ലോറി കൃത്യമായി GPS ഏറ്റവും അവസാനം ലൊക്കേഷൻ കാണിച്ച ആ സ്ഥലത്താണ് മണ്ണ് മാറ്റുന്ന നടപടികൾ ഇപ്പോൾ ആരംഭിക്കുന്നത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിലും അത് അത്ര കാര്യക്ഷമമായില്ല. കാരണം അതിന് ഈ സമീപത്തേക്ക് പോലും എത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് അത്ര വലിയ കാര്യക്ഷമമായിരുന്നില്ല. പക്ഷെ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനം കൊണ്ടാൽ എത്ര ആഴത്തിലുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കളായാലും അത് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഈ രക്ഷാ സംഘങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വലിയ പ്രതീക്ഷ. ഏത് സമയത്തും നമുക്ക് ആ ഒരു നല്ല വാർത്ത ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ സാധിക്കുന്നത്. എന്തായാലും ഒരു 10-11 മണിയോടുകൂടി തന്നെ ഈ ലോറി കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ ഈ രക്ഷാപ്രവർത്തകർ നമ്മോട് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എൽദോ, ഓക്കെ, എന്താണെങ്കിലും ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരു കുടുംബം അവിടെ കാത്തിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുന്നു അർജുന് വേണ്ടി.
അവിടെ തെരച്ചിലത് പുനരാരംഭിച്ചു. രാവിലെ 6 കൂടിയാണ് തെരച്ചിൽ പുനരാരംഭിച്ചത്. പക്ഷേ ഇനിയും കൂടുതൽ സംവിധാനങ്ങൾ വേണ്ടിവരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ റഡാർ സംവിധാനം ഉൾപ്പെടെ ബംഗളൂരിൽ എത്തിക്കുമെന്ന് ഔദ്യോഗിക അറിയിപ്പുണ്ട്. പക്ഷേ അത് എത്തിയിട്ടില്ല. ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. സൈന്യം ഉൾപ്പെടെ എത്തണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. കാരണം അത്രമാത്രം സങ്കീർണമാണ് അവിടുത്തെ തെരച്ചിൽ. ഈ മണ്ണിടിച്ചിൽ ഇപ്പോഴും അവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ മുന്നറിയിപ്പുണ്ട്. കാറ്റ്, മഴ ഇതൊക്കെ പ്രതികൂല സാഹചര്യമാണ്. പക്ഷേ അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഒരു നാട് മുഴുവൻ അർജുനെ കാത്ത് നിൽക്കുകയാണ്. ആ മണ്ണിനടിയിൽ നിന്ന് അർജുൻ തിരികെ എത്തുന്നതും കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ബൈജു, ഈ ദിവസങ്ങളായി അങ്ങനെ മണ്ണിടിഞ്ഞ് കിടക്കുന്നൊരു സാഹചര്യം, അത് വലിയൊരു ദേശീയപാതയാണ്. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ആ പാതയിൽ ഇങ്ങനെ മണ്ണിടിഞ്ഞ് ദിവസങ്ങൾ കിടന്ന ഒരു സാഹചര്യത്തിൽ ആ മണ്ണ് നീക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് പോലും എത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം? എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക? പ്രത്യേകിച്ചും ഈ ആദ്യ സമയങ്ങളിലൊക്കെ ഇന്നലെ തന്നെ പല സോഴ്സുകളും അവിടെ നിന്ന് ഔദ്യോഗിക സോഴ്സുകൾ പേര് വെളിപ്പെടുത്താതെ പറഞ്ഞത് അർജുൻ്റെ ലോറി ആ തൊട്ടപ്പുറത്തെ പുഴയിലേക്ക് വീണു, ആ പുഴയിൽ ഒലിച്ചുപോയി എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തുക എന്നതിനപ്പുറം ഈ അർജുൻ്റെ ലോറി മാത്രമല്ലല്ലോ, വേറെയും വാഹനങ്ങളുണ്ട് ആ മണ്ണിനടിയിൽ. അപ്പോൾ അതിവേഗത്തിൽ ആ മണ്ണ് നീക്കുക എന്നുള്ളൊരു ദൗത്യത്തിലേക്ക് അതെത്തിയത് ഇന്നലെ വൈകിട്ടാണല്ലോ. അതുവരെ ഒരു അനാസ്ഥ, ഒരു അലംഭാവം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരിക്കണം? എൽദോ, ഇന്നലെ വൈകിട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ കുടുംബം തന്നെ അവർ ആരോപിച്ചത് അത്തരത്തിലാണ്. ഇന്നലെ വളരെ മന്ദഗതിയിലായിരുന്നു. 3-4 JCB മാത്രം ഉപയോഗിച്ച് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്താൽ ഇത്രയും വലിയൊരു പുഴ, അതായത് സമീപത്തെ ആ പുഴ പകുതിയോളം ഈ കുന്ന് ഇടിഞ്ഞു വീണ് നികുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ കാര്യക്ഷമമല്ല എന്ന് തന്നെയാണ് അർജുന്റെ കുടുംബം ഉൾപ്പെടെ പറയുന്നതിൽ പോലീസ്